ഡിസ്ക്രൈബ് ഇമേജിൽ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യണ്ട. നമുക്കറിയാം പി ടിയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ് ഡിസ്ക്രൈബ് ഇമേജ്. അതുകൊണ്ട് തന്നെ അതിന് ഫുൾ മാർക്ക് കിട്ടാനായിട്ട് സ്റ്റുഡൻസ് അതിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും കുത്തിയിരുന്നങ്ങ് പറയാൻ ശ്രമിക്കാറുണ്ട്. അതിൽ കാണുന്ന നമ്പറുകൾ, കളറ്, ലൈന്, മറ്റു ഡീറ്റെയിൽസ് എല്ലാം പറയാൻ ശ്രമിക്കാറുണ്ട് മാർക്ക് കൂടുതൽ കിട്ടട്ടെ എന്ന ചിന്തയിൽ. പക്ഷേ അതിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ് സത്യം. നമുക്കതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞാൽ മതി. ഒരു ഓവറോൾ ഐഡിയ, ഒരു മെയിൻ ട്രെൻഡ്, പിന്നെ അതിൻ്റെ കുറച്ച് കീ ഡീറ്റെയിൽസ്, ഇത്രയും മാത്രം നമ്മൾ പറയുന്നതായിരിക്കും നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ കഴിവതും നിങ്ങളൊരു 20-25 സെക്കൻഡിന് മുകളിലെങ്കിലും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് ഒരുപാട് ഡീറ്റെയിൽ സംസാരിച്ചാൽ ഒരുപാട് മാർക്ക് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഉദാഹരണം, ഒരു 12 കൺട്രീസിൻ്റെ പേര് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 12 വർഷം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 12 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ കുത്തിയിരുന്ന് പറയുക എന്നുള്ളതല്ല അവരുദ്ദേശിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. അല്ലാതെ ഡിസ്ക്രൈബ് ഇമേജ് അല്ലേ എല്ലാം അങ്ങ് ഡിസ്ക്രൈബ് ചെയ്തേക്കാം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട.